2 ദിവസം മുമ്പ് വലിയ ആഘോഷമായിരുന്നു. നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം ഒന്നാം വാർത്തയായി വന്നതാണ്. ചില ചാനലുകൾ അന്തിച്ചർച്ച നടത്തുകയും ചെയ്തു. സർക്കാരിന് വമ്പൻ തിരിച്ചടി. ഇതായിരുന്നു വാർത്തയുടെ തലക്കെട്ട് തന്നെ. എന്തായിരുന്നു വിഷയം? കേരളത്തിലെ സർക്കാരിൻ്റെ പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങളിൽ നിന്ന് സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അഭിപ്രായം ആരായുക, അതിനുശേഷം 2031 കേരള രൂപീകരണത്തിൻ്റെ 75ാം വാർഷികമാകുമ്പോഴേക്കും ഒരു പുതിയ വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുക, അതിനുവേണ്ടി ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിക്കുക. ഇതിനു വേണ്ടിയിട്ടായിരുന്നു നവകേരള സർവേ നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. 20 കോടി രൂപ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. സന്നദ്ധ പ്രവർത്തകരാണ് സർവേ നടത്തുന്നത്. സർവേ നടത്തുന്നവർക്ക് പണം നൽകുന്നില്ല. അവർ ചെയ്യുന്നത് സന്നദ്ധ സേവനമാണ്. എന്നിട്ട് പോലും CPIM-ന്റെ DYFIയുടെ പ്രവർത്തകർക്ക് പണം നൽകുന്നതിന് വേണ്ടി 20 കോടി രൂപ ചെലവഴിക്കുന്നു സംസ്ഥാന സർക്കാർ. അത് ദൂർത്താണ്. അത് ഈ സമയത്ത് നടത്തുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചാണ് KSU നേതാക്കൾ ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്ന ഘട്ടത്തിലും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പദ്ധതിയുടെ, ഈ സർവേയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ പണം എവിടെ നിന്നാണ് മാറ്റിവെച്ചത്, ബജറ്റിൽ ഉൾക്കൊള്ളിക്കാത്ത പണം എങ്ങനെ ഈ സർവേക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയുന്നു തുടങ്ങിയ സാങ്കേതിക കാര്യങ്ങളിൽ തൂങ്ങിയാണ് ഹൈക്കോടതി നവകേരള സർവേ സ്റ്റേ ചെയ്തത്. അന്നായിരുന്നു കേരളത്തിൽ വലിയ ആഘോഷം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുതൽ ഇങ്ങോട്ടുള്ള UDF നേതാക്കൾ എല്ലാവരും മാധ്യമങ്ങളെ കാണുന്നു. കേരളത്തിലെ മാധ്യമങ്ങളിൽ വമ്പൻ ചർച്ച നടക്കുന്നു. മലയാള മനോരമയും മാതൃഭൂമിയും തൊട്ടടുത്ത ദിവസം വെണ്ടക്ക നിരത്തുന്നു, അന്തിച്ചർച്ച നടത്തുന്നു. അങ്ങനെ സർക്കാരിന് വമ്പൻ തിരിച്ചടി പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്യുക മാത്രമല്ല, സുപ്രീം കോടതിയിൽ നിന്ന് ഹൈക്കോടതിക്ക് രൂക്ഷ വിമർശനം ഉണ്ടാവുകയും ചെയ്തു. സർക്കാരിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഹൈക്കോടതി ഇടപെടരുത് എന്ന നിർദ്ദേശവും കൂടി നൽകി. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സർവേ സ്റ്റേ ചെയ്തത് ഹൈക്കോടതി എന്ന ചോദ്യവും ഹൈക്കോടതിയോട് ചോദിക്കുന്നു സുപ്രീം കോടതി. എന്ന് വെച്ചാൽ നവകേരള സർവേ തുടരാം എന്ന് പറയുന്നു. നമ്മുടെ മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയല്ല. ഇന്ന് അന്തിച്ചർച്ച നടക്കുമോ എന്ന് നോക്കാം. നാളത്തെ മലയാള മനോരമയും മാതൃഭൂമിയും ഒന്നാം തലക്കെട്ടായി ഈ വാർത്ത നൽകുമോ എന്ന് നോക്കാം. നൽകില്ല. സുപ്രീം കോടതിയിൽ നിന്ന് സർക്കാരിന് അനുകൂലമായ ഒരു വിധി പ്രതിപക്ഷത്തിന്, മാധ്യമങ്ങൾക്ക്, UDF-ന്, BJP-ക്ക് എല്ലാം ഏറ്റ കനത്ത തിരിച്ചടി. ആ തിരിച്ചടി പക്ഷേ മെല്ലെ മെല്ലെ ലഘൂകരിച്ച് കൊണ്ടുവരുവാനാണ് നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കുക എന്ന കാര്യം സംശയമില്ല. പക്ഷേ വരുന്നുണ്ട് മറ്റൊന്നുകൂടി. അത് ഇതിനേക്കാൾ രൂക്ഷമായിരിക്കും. മറ്റൊന്നുമല്ല, ശബരിമല വിഷയത്തിൽ തന്ത്രിക്ക് ജാമ്യം നൽകി കൊല്ലം വിജിലൻസ് കോടതി. കോടതിക്ക് ജാമ്യം നൽകുകയോ നൽകാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ കോടതി നടത്തിയ ചില പരാമർശങ്ങളുണ്ട് അന്വേഷണ സംഘത്തെക്കുറിച്ച്. അതുമാത്രമല്ല, ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ തെളിവിൻ്റെ കണിക പോലുമില്ല എന്നുകൂടി കോടതി പറയുന്നുണ്ട്. വിജിലൻസ് കോടതിയുടെ ഈ ഉത്തരവിന് എതിരെ ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുകയാണ് SIT. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതി നേരത്തെ തന്നെ ഒരു സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. വാക്കാൽ പറയുകയല്ല, രേഖാമൂലം. ഇതേപോലെ ജാമ്യ ഹർജി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലേക്ക് എത്തിയപ്പോൾ സിംഗിൾ ബെഞ്ച് SIT-ക്കെതിരെ നടത്തിയ ചില പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങൾക്കെതിരെ ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റിപ്പോർട്ട് നൽകേണ്ടത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലാണ്. ഡിവിഷൻ ബെഞ്ചിന്റെ പൂർണ്ണമായ മേൽനോട്ടത്തിലാണ് അന്വേഷണം. കോടതി തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ പൂർണ്ണമായ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഒരു ഭാഗ്യശക്തിക്കും ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കേസിലാണ് കയറി SIT-യെ ചൊറിയാൻ വിജിലൻസ് കോടതി തയ്യാറായിരിക്കുന്നത്. സ്വാഭാവികമായും ഹൈക്കോടതിയിൽ നിന്ന് വിജിലൻസ് കോടതിക്ക് നല്ല തിരിച്ചടി കിട്ടും എന്ന കാര്യത്തിൽ സംശയമേയില്ല. ഏതാണ്ട് കാര്യങ്ങളെല്ലാം മെല്ലെ മെല്ലെ LDF-ന് അനുകൂലമായി വരുന്നുണ്ട് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എന്ന് വെച്ചാൽ മാധ്യമങ്ങളും UDF-ഉം സുനിൽ കനോഗുലുവും ഒക്കെ ചേർന്ന് നടത്തുന്ന കൊണ്ടുപിടിച്ച പ്രചാരണം പോലും
ഏശുന്നില്ല. കാരണം വസ്തുതയില്ല, കള്ളമാണ്, നുണയാണ് ദിനംതോറും പറഞ്ഞു വെക്കുന്നത് എന്നതുകൊണ്ട് തന്നെ.